നമസ്കാരം. ലോക്സഭയിലേക്കുള്ള പോരാട്ടത്തിന് നാൾ കുറിക്കാറായതോടെ വംഗഭൂമിയിലെ രാഷ്ട്രീയ കക്ഷികളുടെ പാളയങ്ങൾ ഉഷാറായി കഴിഞ്ഞു. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എംപിമാരെ തിരഞ്ഞെടുത്തുവിടുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 42 സീറ്റുകൾ. രാജ്യവ്യാപകമായുള്ള ഈ പോരിന് ഈ സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോരാട്ടത്തിൽ ഒരു അയവും ഉണ്ടാകില്ല. വാക്കിലും വഴക്കിലും മൂർച്ച കൂടും. തെരഞ്ഞെടുപ്പ് 5 വർഷം കഴിഞ്ഞാണ് വരുന്നതെങ്കിലും ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം 5 ആണ്ട് മുമ്പേ നിലയിലാണ് നിൽക്കുന്നത്. ധ്രുവീകരണ തരംഗങ്ങളും പഞ്ചപിടുത്തത്തിനും തന്നെയാണ് ഇവിടെ വീണ്ടും കളമൊരുങ്ങുന്നത്. ടീമുകൾ പഴയത് തന്നെ. രാമക്ഷേത്രവും പൗരത്വ ഭേദഗതിയും എടുത്തു പിടിച്ചാണ് BJPയുടെ പുറപ്പാടെങ്കിൽ ന്യൂനപക്ഷ സംരക്ഷണവും ബംഗാളിലെ സ്വത്വവാദവും സ്ത്രീശക്തിയും ഉയർത്തി മമതയുടെ പ്രതിരോധം. ധ്രുവീകരണത്തിന്റെ കൊടുങ്കാറ്റിൽ പറന്നു പോകാതെ അവർക്ക് രണ്ടുമിടയിൽ നിൽക്കാൻ ഒരു അല്പം ഇടം തേടി ഇടതും കോൺഗ്രസും. മല പോലെ വന്ന ഇന്ത്യ സഖ്യം ബംഗാളിലെത്തിയപ്പോൾ എലി പോലെ പൊഴിഞ്ഞു. ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് തന്നെ ഉദയക്രിയ ചെയ്യാൻ ദീദിക്ക് ഒരു മടിയും ഉണ്ടായില്ല. എന്നു മാത്രമല്ല, കോൺഗ്രസിന് രാജ്യമൊട്ടാകെ 40 സീറ്റ് കിട്ടിയാൽ അത്ഭുതമെന്ന കുത്തുവാക്ക് കൂടി പറഞ്ഞു കളഞ്ഞു. അറക്കൽ BVയെ കെട്ടാൻ അരസമ്മതമെന്ന മട്ടിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം ചെങ്ങാത്തം കൂടാൻ നോക്കിയെങ്കിലും ദീദി ഗൗനിച്ചില്ല. എക്ലാ ചലോരെ എന്ന പഴയ തന്ത്രം തന്നെ ബംഗാളിൽ. ഒറ്റയ്ക്ക് മതി സഞ്ചാരം, ഒരു തുണയും വേണ്ട എന്ന താൻപൊരിമ. ബംഗാൾ രാഷ്ട്രീയത്തിന്റെ സൂക്ഷ്മതലങ്ങൾ അറിയാവുന്നവർക്ക് സഖ്യം ചാപിള്ളയായതിൽ അതിശയത്തിന് വകയുമില്ല. ഇവിടെ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടെങ്കിൽ അതായിരുന്നു അതിശയം. കടുത്ത മമതാ വിരോധിയായ അധീർ രഞ്ജൻ ചൗധരി സംസ്ഥാന കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുകയും മമതയുമായി ഒരു ധാരണ എന്ന ആശയം പോലും ചർച്ച ചെയ്യാൻ CPM ഭയക്കുകയും ചെയ്യുന്ന സംസ്ഥാനത്ത് ഇങ്ങനെയൊക്കെ പരിണതി എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. നിലവിൽ 2 MPമാരുള്ള കോൺഗ്രസിന് അവർക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന മാൽദയിലെ 2 സീറ്റുകൾ വിട്ടു നൽകാമെന്ന് ഒരു വിധത്തിലും സ്വീകരിക്കപ്പെടാൻ ഇടയില്ലാത്ത നിർദ്ദേശമാണ് മമത മുന്നോട്ട് വെച്ചത്. സോണിയാഗാന്ധിയുടെ കുടുംബത്തോടുള്ള മമതയുടെ വ്യക്തിപരമായ അടുപ്പം സൂചിപ്പിച്ചു AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നീണ്ട കത്തെഴുതി നോക്കി. അടുപ്പം വ്യക്തിപരം മാത്രമാണ്, രാഷ്ട്രീയമായി അവർക്ക് എതിരെയാണെന്നു പിറ്റേന്നു തന്നെ മമത പൊതുയോഗത്തിൽ നയം വ്യക്തമാക്കി. തന്നെ കോൺഗ്രസിൽ നിന്നും അടിച്ചോടിച്ചതാണെന്ന് ഓർപ്പിച്ചു. രാഹുലിന്റെ ന്യായ യാത്രയിൽ പേരിനെങ്കിലും മമതയെ പങ്കെടുപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചെങ്കിലും അണുവിട വഴങ്ങാൻ അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, രാഹുലിന്റെ യാത്രാ പദങ്ങളെല്ലാം കടന്നു ചെന്ന് പൊതുയോഗങ്ങൾ നടത്തുകയും കോൺഗ്രസിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. പ്രതിപക്ഷ സഖ്യത്തിന് ഇന്ത്യ എന്ന് പേരിട്ട് തനിക്കിപ്പോൾ ഒരു പരിഗണനയുമില്ലെന്ന് CPMന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് എന്ന് മമതയുടെ കുറ്റപ്പെടുത്തൽ. ഏറ്റവും ഒടുവിൽ സംസ്ഥാന കോൺഗ്രസ് CPM നേതൃത്വങ്ങൾക്ക് സീറ്റ് ധാരണ ചെയ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. ഒരു വശത്ത് CPMുമായി ചർച്ച ചെയ്ത് സംസ്ഥാന നേതൃത്വത്തിന് പച്ചക്കൊടി കാണിക്കുന്ന ഹൈക്കമാൻഡ് തന്നെ മറുവശത്ത് മമതയെ പൂഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നു. ബലത്തിൽ സഖ്യത്തിലില്ലെന്ന് അറിയിച്ചുകൊണ്ട് തന്നെ അതിന്റെ കുറ്റം തങ്ങളുടേതല്ലെന്ന് വരുത്താനാണ് കോൺഗ്രസും തൃണമൂലും പരസ്പരം മത്സരിക്കുന്നത്. BJPയുടെ ഹിന്ദു ധ്രുവീകരണ ശ്രമങ്ങളെ പ്രത്യക്ഷത്തിൽ എതിർക്കുമ്പോഴും CPM കോൺഗ്രസ് കക്ഷികളെ അപേക്ഷിച്ച് BJP തന്നെ വലിയ എതിരാളിയായി കളത്തിൽ നിറയുന്നതാണ് തൃണമൂൽ നേതൃത്വത്തിന് താല്പര്യം. BJPയുടെ തീവ്ര ഹിന്ദുത്വ പ്രചരണം മൂലം ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ടാകുന്ന ഭയാശങ്കകളെ പൂർണ്ണമായും തങ്ങൾക്ക് അനുകൂലമായി മാറ്റുക എന്നതാണ് തൃണമൂലിന്റെ കണക്കുകൂട്ടൽ. BJPയെ ഏത് നിലയ്ക്കും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ന്യൂനപക്ഷ ധ്രുവീകരണത്തിന്റെ വലിയ ഓളങ്ങൾ ഉണ്ടാക്കാൻ അഴിമതിയും ക്രമക്കേടുകളും ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങളിൽ തങ്ങൾ മുങ്ങിപ്പോകുമെന്ന സൗകര്യവുമുണ്ട്. BJPക്ക് സംസ്ഥാനത്ത് പരമ്പരാഗതമായി വോട്ട് ബാങ്കില്ല. തൃണമൂലിനോട് കടുത്ത പക മൂലം പ്രധാനമായി CPMന്റെ അണികൾ മൊത്തമായി വോട്ട് മറച്ചു കുത്തിയതൻ മൂലമാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPക്ക് നേട്ടമായത്. യുവനിരയെ മുൻനിർത്തി തുടർ പ്രക്ഷോഭങ്ങളിലൂടെ തൃണമൂലിനെ വീഴ്ത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന തോന്നൽ സൃഷ്ടിക്കാനും തങ്ങളുടെ വോട്ടുകൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് തന്നെ വീഴുമെന്ന് ഉറപ്പാക്കാനുമാണ് CPMന്റെ പ്രയത്നം.